രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണമാണ്. നാളെ നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിൽ 8-9 അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ പലരും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. പ്രിയങ്ക ഗാന്ധി മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തിയിരിക്കുന്നു ഈ 11:43 എന്ന് ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ കർണാടകയിൽ ഇരിക്കെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ, മല്ലികാർജ്ജുന ഖർഗെ ഉൾപ്പെടെയുള്ളവർ കർണാടകയിൽ ഇരിക്കെയാണ് ഡൽഹിയിൽ മൻമോഹൻ സിംഗിന്റെ സ്ഥിതി വഷളാകുന്നതും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വരുന്നതും. അതിനുശേഷം എല്ലാവരും വളരെ വേഗത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോ കൂടുതൽ തുടർ നടപടികൾ, തുടർ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ നേതാക്കളുടെ കൂടിയാലോചനകൾക്ക് കൂടി ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രയത്നിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് നരേന്ദ്രമോദി അനുസ്മരിക്കുന്നു. ഭാരതത്തിന്റെ ഏറ്റവും മഹത്തായ പുത്രന്മാരിൽ ഒരാൾക്ക് അന്ത്യാഞ്ജലി എന്ന് രാഷ്ട്രപതി അനുസ്മരിക്കുന്നു. മൻമോഹൻ സിംഗിന്റെ ജീവിതമെന്നും പ്രചോദനമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു. തനിക്ക് ഉപദേശകരെയും വഴികാട്ടിയെയും നഷ്ടപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വേദന നിറഞ്ഞ വാക്കുകൾ. രാജ്യത്തിന് തീരാ നഷ്ടമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദയുടെ അനുസ്മരണം. ദീർഘദർശിയായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് മല്ലികാർജ്ജുന ഖർഗെ പറയുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നേതാവാണ് ഇല്ലാതാകുന്നത് എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അനുസ്മരിക്കുന്നു. രാജ്യഭരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അനുസ്മരിക്കുന്നു. ഭരണഘടനയോടുള്ള കൂറെക്കാലവും കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുസ്മരണം. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1991 ആഗോളതലത്തിൽ തന്നെ പിടിമുറുക്കിയ സാമ്പത്തിക മാന്ദ്യത്തിൽ ഇന്ത്യ വരിഞ്ഞു മുറുക്കപ്പെടുന്ന കാലത്ത്, 85 മുതൽ 5 വർഷക്കാലം അതിന്റെ പെടാപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു രക്ഷകനെ പോലെ പരിഷ്കാര നയവുമായി തന്റെ അക്കാദമിക്കൽ സാമ്പത്തിക രംഗത്തെ വൈദഗ്ധ്യം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി രാജ്യത്തിനത് ഒരു ധനമന്ത്രി എന്ന നിലയിൽ നയങ്ങളിലൂടെ നടപ്പാക്കി കൊടുത്ത വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം നടപ്പാക്കിയ നവ ഉദാര സാമ്പത്തികവൽക്കരണ നയങ്ങൾ രാജ്യത്തെ കണിശമായ വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നു. ഇടതുപക്ഷ വിമർശനങ്ങൾ കാര്യമായി കേരളത്തിൽ ഉൾപ്പെടെ നേരിടേണ്ടി വന്നു. പക്ഷെ അപ്പോൾ പോലും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണകരമാകുന്ന പദ്ധതിയായിരുന്നു, നയമായിരുന്നു എന്ന് പിൽക്കാലത്ത് ഭരണം മാറി വന്നപ്പോഴും ഇതര സർക്കാരുകൾ അത് പിന്തുടരുന്ന, അതിനനുസരിച്ച് നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുന്നത് കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നതാണ് രാജ്യത്തിന് മുൻപിലുള്ള ചരിത്രം. കാർഷിക വായ്പ എഴുതിത്തള്ളൽ, തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ ആരോഗ്യ മിഷൻ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി, വിവരാവകാശ നിയമം തുടങ്ങി എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വൈദ്യുതി പോലുമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ 1932 സെപ്റ്റംബർ 26 അദ്ദേഹം ജനിച്ചു. അഭിവക്ത ഇന്ത്യയിലെ പാക് പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനവും ആദ്യകാല ജീവിതവും. പിന്നീട് ഇന്ത്യയിലേക്ക് അദ്ദേഹം വിഭജനത്തിന് ശേഷം കുടിയേറി പാർക്കുകയായിരുന്നു. അതിനുശേഷം സ്വന്തം പ്രയത്നത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം തന്റെ അക്കാദമിക ജീവിതം കെട്ടിപ്പടുത്തു. രാജ്യത്തിനകത്തും പുറത്തുമായി അദ്ദേഹം ബിരുദങ്ങൾ വാരിക്കൂട്ടി. ഒരു പ്രൊഫസർ എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു. UGCയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലൊന്നായ, ഭരണ കേന്ദ്രങ്ങളിൽ ഒന്നായ RBIയിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം ഗവർണറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം പൊതുസേവന രംഗത്തേക്ക്, ഒരു ഭരണകർത്താവ് എന്ന നിലയിലേക്ക് അദ്ദേഹം MP ആയും ധനമന്ത്രിയായും ഒക്കെ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ 2004 മുതൽ 2014 വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കാലം തന്നെയാണ് ഏറ്റവും അധികം മുന്നോട്ട് വരുന്നത്. നിലപാടുകൾ എക്കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണിശമായ നിലപാടുണ്ടായിരുന്നു, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, സാമ്പത്തിക നയങ്ങളിൽ വിശേഷിച്ചും. പക്ഷേ അതൊന്നും വിളിച്ചു പറയുകയോ രാഷ്ട്രീയ നാടകീയതയിലൂടെ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു റൈറ്ററോ പ്രാസംഗികനോ ഒന്നും ആയിരുന്നില്ല മൻമോഹൻ സിംഗ്. പ്രവർത്തിക്കുന്ന നേതാവായിരുന്നു മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെ വാക്കുകളിൽ അല്പം പിറകോട്ട് നിൽക്കുന്ന വ്യക്തിയായതിനാൽ മൗനി ബാബ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ എതിരെ വിമർശകർ ഉന്നയിച്ചിരുന്നു. നിരൂപകരും വിലയിരുത്തലുകൾ നടത്തുമ്പോഴുമൊക്കെ ആ നിലയ്ക്ക് പറഞ്ഞിരുന്നു. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ പുസ്തകങ്ങൾ രാജ്യത്ത് ചർച്ചയായിട്ടുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും രാഷ്ട്രം ഏറെയധികം സമീപകാലത്ത് ചർച്ച ചെയ്തിട്ടുള്ള നോട്ട് നിരോധനം നരേന്ദ്രമോദി സർക്കാർ കാലത്ത് നടപ്പാക്കപ്പെടുമ്പോൾ MP എന്ന നിലയിൽ, മുൻ പ്രധാനമന്ത്രി, ധനമന്ത്രി എന്നൊക്കെ നിലയിൽ, സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യം ഏറെ ചർച്ച ചെയ്തു. ലീഗലൈസ്ഡ് പ്ലണ്ടർ, ഓർഗനൈസ്ഡ് ലൂട്ട്, മോണിമെന്റൽ മിസ്മാനേജ്മെന്റ് എന്ന് തുടങ്ങി, മോണിമെന്റൽ ഡിസാസ്റ്റർ എന്ന് തുടങ്ങി അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അടയാളപ്പെടുത്തിയത് അക്ഷരാർത്ഥത്തിൽ അങ്ങേറ്റം ആഴം നിറഞ്ഞ വാക്കുകൾ.